വൃശ്ചികോത്സവത്തെ വരവേൽക്കാൻ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ഒരുങ്ങി. ഭജനം പാർക്കുന്നതിന് 600 കുടിലുകളാണ് ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്നത്. 16 വൈകിട്ട് നടക്കുന്ന സമ്മേളനത്തിൽ ഹൈക്കോടതി ജസ്റ്റിസ് VG അരുൺ വൃശ്ചികോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മരതകക്കാടിന് നടുവിൽ വെയിലും മഞ്ഞും മഴയുമെല്ലാം ഒരുപോലെ ഏറ്റുവാങ്ങി നിലകൊള്ളുന്ന പരബ്രഹ്മ സങ്കല്പമാണ് ഓച്ചിറ ക്ഷേത്രം. വൃശ്ചിക മാസത്തിലെ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ ഏറെ പ്രശസ്തം. ക്ഷേത്രത്തിലെ 12 വിളക്ക് മഹോത്സവം ഈ മാസം 16 തുടങ്ങും. കുടിലിൽ ഭജനം പാർക്കുകയെന്നതാണ് വൃശ്ചിക മാസോത്സവത്തിന്റെ പ്രധാന ചടങ്ങ്. ഇതിനായുള്ള കുടിലുകളുടെ നിർമ്മാണം പൂർത്തിയായി. കൂടാതെ ഓംകാര സത്രത്തിലെ 101 മുറികളും പഴയ സത്രത്തിലെ 38 മുറികളും അതിഥി മന്ദിരത്തിലെ 12 മുറികളും ഭക്തർക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. കുടിലുകൾ ലഭിക്കാത്തവർക്കും കുടിലെടുക്കാൻ സാഹചര്യമില്ലാത്തവർക്കും ഭജനമിരിക്കാനും വിശ്രമിക്കാനും ആൽത്തറകൾക്ക് സമീപവും സൗകര്യമുണ്ട്. പടനിലത്ത് 600ഓളം കുടില് സജ്ജമാക്കിയിട്ടുണ്ട്. ആ കുടിലിനെ സംബന്ധിച്ചുള്ള എല്ലാ പ്രവൃത്തികളും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് തീർന്നു. അപ്പം അതിനകത്ത് 550 ആൾക്കാർ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി 50 കുടില് ഇവിടെ കാലിയായി കിടപ്പുണ്ടായി. ഒരു 1 ലക്ഷത്തിൽ പരം ആൾക്കാർ ഈ ഭജനം പാർക്കലുമായിട്ട് ആൽത്തറകളിലും കുടിലുകളിലും മുറികളിലും ഒക്കെ ആയിട്ട് ഇവിടെ സ്ഥിരമായി ഭജനം പാർക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, ശുചീകരണ പ്രവർത്തനങ്ങൾ, വൃശ്ചികോത്സവത്തിനനുബന്ധിച്ചുള്ള എല്ലാ പ്രവൃത്തികളും ഞങ്ങൾ ഇതുവരെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല. കിഴക്കേ ഗോപുര കവാടം മുതൽ 36 ഏക്കറിൽ 2 ആൽത്തറയും ഏതാനും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രം. ഓച്ചിറ ക്ഷേത്രത്തിൽ നിന്ന് വിതരണം ചെയ്യുന്ന പ്രസാദത്തിനും ഏറെ പ്രത്യേകതയുണ്ട്. മണ്ണാണ് ഇവിടെ പ്രസാദമായി നൽകുന്നത്. കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും മണ്ണ് പ്രസാദമായി നൽകാറില്ല. 24 കൊല്ലം.